ഭഗവാനെ, നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും എന്റെ മാല എനിക്ക് തന്നല്ലോ. നിനക്കുള്ളത് ഞാൻ അങ്ങ് എത്തിച്ചേക്കാവേ. നിനക്കൊരു വീടാനാ പറഞ്ഞത്. എരണം കേട്ടതെ, മാറി നിക്കടി. മാല വേണം പോലും. മാറി നീക്കാനാ പറഞ്ഞത്. അച്ഛമ്മ അത് എന്റേതെന്ന് പറഞ്ഞില്ലേ അച്ഛമ്മേ? നീ ഇവിടെ ഉണ്ടായിരുന്ന ഇനി തന്നെ ഞാൻ വിട്ടുവന്ന് കരുതണ്ടാട്ടാ. പിടിക്കടാ, പിടിച്ചോളെ. നിക്കടിയോടെ. അതെ, കുറച്ച് പെട്ടെന്ന് വിട്ടു പോണം കേട്ടോ. മാളവികയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഐ എം റിയലി സോറി. എനിക്ക് നിങ്ങളുടെ സോറിയൊന്നും വേണ്ട മന്ത്രി സാറേ. എനിക്ക് എന്റെ മകളെ കിട്ടിയാ മതി. നമ്മുടെ ആൾക്കാർ ഇപ്പൊ അതിന്റെ പുറകെയാ. തീർച്ചയായിട്ടും കണ്ടുപിടിച്ചോളും. ദശരഥ രാമവർമ്മ അവളെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ആ വർമ്മയുടെ അന്ത്യം എനിക്ക് കാണണം. ഒരു ചാൻസ്, ഒരൊറ്റ ചാൻസും കൂടി എനിക്ക് കിട്ടിയാ മതി. അവന്റെ ആണിവേര് വരെ ഞാൻ ഇളക്കും. ഒരു ചാൻസ് വേണമെങ്കിൽ കിടപ്പുണ്ട്. എന്താന്ന് പറ മന്ത്രി സാറേ. വൈദേഹി ഇപ്പോഴും ജീവനോടെയുണ്ട്. മന്ത്രി സാർ എന്താ ഈ പറയുന്നേ? വൈദേഹിയെ മാളവിക എന്നെ കൊന്നു കളഞ്ഞതാ എന്ന് നിങ്ങൾ വിചാരിച്ചു. അത് നടന്നിട്ടില്ല. വൈദേഹി ഇപ്പോഴും ജീവനോടെയുണ്ട്. ആര് പറഞ്ഞു മന്ത്രി സാറേ? അതിനെന്ത് തെളിവാ ഉള്ളത്? അതൊക്കെയുണ്ട്. ദശരഥ രാമവർമ്മയുടെ വീട്ടില് നമ്മുടെ ഒരു വാലാട്ടിപ്പട്ടി ഉണ്ടല്ലോ, വരുൺ. അവൻ തന്ന ഇൻഫർമേഷനാ ഇത്. വൈദേഹിയുടെ വളർത്തച്ഛൻ ജനകരാമവർമ്മ ഫോണിൽ വൈദേഹിയോട് സംസാരിക്കുന്നത് അവൻ കേട്ടു അത്രേ. സത്യമാണോ സാറേ? സത്യാണ് ചന്ദ്രിയെ. ജനകരാമവർമ്മ വൈദേഹി ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആരും അത് വിശ്വസിച്ചില്ല. ഒടുവിൽ വരുണിന് സംശയം തോന്നി അയാളെ ഫോളോ ചെയ്തു. അയാൾ വൈദേഹി നേരിട്ട് കണ്ടില്ല, പക്ഷെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടത്രേ. എന്നാ ജനകരാമവർമ്മയ്ക്ക് 2 പൊട്ടിച്ചാ പോരെ കാര്യം അറിയാൻ? ജീവൻ പോയാലും അയാൾ പറയില്ല. മാത്രമല്ല, നമ്മളങ്ങനെ ചെയ്താ വൈദേഹി കുറച്ചുകൂടി കെയർഫുൾ ആകും. അവള് ജീവനോടെ ഉണ്ടെന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ മാത്രം മതി മന്ത്രി സാറേ. അവൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ വെറുതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ദശരഥ രാമവർമ്മയെ ഒരു കളി പഠിപ്പിക്കാം. അതിനേക്കാളൊക്കെ മുൻപ് ദശരഥ രാമവർമ്മയ്ക്ക് ഒരു സമ്മാനം അയച്ചു കൊടുക്കണം. അവിടെയുള്ള ജാനകിയെ കൊന്ന് അവളുടെ ശവം അയാൾക്ക് പാഴ്സൽ അയച്ചു കൊടുക്കണം. ആ കാറിനെ ഫോളോ ചെയ്തു പോണേ. കൊള്ളാലോ അമ്മേ, മുല്ലപ്പൂ ആണല്ലോ. എന്താ വിശേഷം? കുത്തിയിരുന്ന് മാല കോർക്കുന്നുണ്ടല്ലോ. എനിക്ക് തരാൻ വേണ്ടിട്ടാണോ? ഇതെന്റെ ഇളയ മരുമോൾക്കുള്ളതാ. ഇളയ മരുമോളോ? ഇതിനിടയ്ക്ക് എവിടുന്ന വൈദേഹി കയറി വന്ന അമ്മേ? ആരടി വൈദേഹി? വൈദേഹി ചത്തൊടുങ്ങി മണ്ണോട് മണ്ണായതല്ലേ. എന്റെ ഇളയ മരുമോള് എന്റെ അനന്തരവള് ജാനകിയാണ്. ഇന്നലെ വരെ ഇവക്ക് ജാനകിയെ കണ്ടുകൂടായിരുന്നു. ഇന്നിപ്പോ അനന്തരവളും മരുമോളും ഒക്കെ ആയി. അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ അവൾ എന്റെ അനന്തരവളാണെന്ന് അറിയുന്നതിന് മുന്നത്തെ കഥയല്ലേ. ഇപ്പോഴല്ലേ സത്യം മനസ്സിലായേ. ഇനി എനിക്ക് അവളോട് എന്തിനാ ദേഷ്യം? അല്ലെങ്കിൽ അമ്മയ്ക്ക് അറിഞ്ഞൂടെ, എനിക്ക് എന്റെ അനന്തരവളോടാണ് ഇഷ്ടമുള്ളത്. പഴംപുരാണം വീണ്ടും പാടല്ലേ.
ഇതിന്ന് തുടങ്ങിയതല്ലോ. എത്രയോ കാലമായി അമ്മ ഈ സ്വപ്നവും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. സ്വന്തം അനന്തരവളെ മരുമോളാക്കണോന്ന് പറഞ്ഞിട്ട് അതിലെന്താ എന്തോമ്മേ തെറ്റ്? തെറ്റെന്താണെന്നോ? അപ്പൊ വൈദേഹിയുടെ കാര്യം എന്താവും? ഇതാ ഇപ്പൊ നന്നായേ. എന്തോമ്മ ഇപ്പോഴും അതേ പിടിച്ചു തൂങ്ങുവോ? അമ്മയുടെ പഴംപുരാണത്തിന് ഒരു മാറ്റവും ഇല്ല. ജാനകീനെ അമ്മയ്ക്കും വലിയ ഇഷ്ടാണല്ലോ. ഇനി ആ വൈദേഹിനെ വിട്ടേക്ക്. ജാനകിയൊക്കെ എനിക്ക് ഇഷ്ടമാ, എന്റെ അനന്തരവളായിട്ട്. പക്ഷെ ദേവന്റെ ഭാര്യയും ഈ വീട്ടിലെ മരുമോളും വൈദേഹി തന്നെയാ. അതങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? വൈദേഹി തന്നെയാകും ഇവിടുത്തെ മരുമോള്. മാളവികയുടെ കാര്യത്തിൽ കല്യാണക്കാര്യവും പറഞ്ഞ് ദേവനെ ഭ്രാന്ത് പിടിപ്പിച്ചതാ. ഇനി ജാനകിയുടെ കാര്യവും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണ്ട. ഈ അമ്മയുടെ ഒരു കാര്യം എന്റെ സ്വപ്നങ്ങളൊന്നും നിറവേറാൻ അനുവദിക്കില്ല. ആ വൈദേഹിയുടെ എന്താണോ അമ്മയ്ക്ക് ഇത്ര ഇഷ്ടം? അവളെ എന്തു കൂടോത്രൊക്കെയാണ് അവ ചെയ്തു വെച്ചിരിക്കുന്നത്. അവൾ ഇപ്പൊ ജീവനോട് ഉണ്ടോന്ന് പോലും അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു അനാഥയിൽ നിന്ന് കൊട്ടാരം വീട്ടിൽ അനന്തരാവകാശി ഉണ്ടാവാനേ പാടില്ല. അതിനു വേണ്ടിയല്ലേ ദേവനെ കൊണ്ട് ജാനകിയെ കെട്ടിക്കാൻ ഞാൻ പാടുപെടുന്നേ. അല്ല, അതാർക്കും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഇത്? ഇങ്ങനെ വിഷമിക്കല്ലേ. ദൈവം പറ്റില്ലെന്ന് പറഞ്ഞാലേ കല്യാണം മുടങ്ങൂ. എന്തോമ്മ പറഞ്ഞോണ്ട് അവിടെ ഇരിക്കല്ലേ ഉള്ളൂ. ദേവൻ സമ്മതിക്കൂ ഊർമിള? അതിലെന്താ അമ്മയ്ക്ക് ഇത്രയേറെ സംശയം? ആ മാളവിക അവന് കണ്ട നാളു തൊട്ട് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടല്ലേ കല്യാണത്തിന് സമ്മതിക്കാഞ്ഞ്. പക്ഷെ ജാനകിയായിട്ട് എത്ര ക്ലോസ് എന്ന് അമ്മ കണ്ടിട്ടില്ലേ? വേണമെങ്കിൽ അമ്മയൊന്ന് ഈ കാര്യം അവനോട് ചോദിച്ചു നോക്ക്. ഒരിക്കലും അവൻ വേണ്ടെന്ന് പറയില്ല. നിന്റെ നവ് പൊന്നാവട്ടെ. അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതിയായിരുന്നു. ഇത് നീ എടുത്തോ, മുടിയിൽ ചൂടിക്കോ. ജാനകിക്കാണെന്ന് പറഞ്ഞിട്ട്? ജാനകി എന്റെ മരുമോളാവെന്ന് പറഞ്ഞേനെ ഇത്. ആവണമല്ലോ അമ്മേ. എന്നാലല്ലേ ദേവന് രാജപദവി നഷ്ടപ്പെടുകയും വരുണിന് അത് കിട്ടുകയും ചെയ്യത്തുള്ളൂ. എങ്ങനെയല്ലേ ഈ കല്യാണം ഒന്ന് നടക്കണേ? അത് മാത്രമേ എനിക്കൊരാഗ്രഹമുള്ളൂ. പിടിക്കടാ. വൈദേഹി എവിടെയാ? പിടിക്കോളെ, നിക്കണേ. ഞാനല്ലേ പറഞ്ഞേ? പിടിക്കേ വിടരുത്. പിടിക്കേ, നിക്കണേ അവിടെ. വൈദേഹി, വൈദേഹി നീ എവിടെയാ? വൈദേഹി നീ എവിടെയാ?
ജാനകി ജാനകി ഇവിടുത്തെ എവിടെ പോയി? ജാനകി ശ്ശേ. നാളെക്കടി അങ്ങോട്ട്. എത്ര നാളെ നീ ഇങ്ങനെ രക്ഷപ്പെട്ട് കിടക്കും? ഇനി ആരാടി തന്നെ രക്ഷിക്കാൻ വരിക? എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. നിങ്ങൾക്ക് വേണ്ടത് കാശാണെങ്കിൽ അത് ഞാൻ തന്നോളാം. എന്നെ വെറുതെ വിട്ടേക്ക്. എനിക്ക് എന്റെ ദേവേട്ടനോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞോളൂ. പ്ലീസ് 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 എന്നെ കൊല്ലരുത്. എന്നെ വിട്ടേക്ക്. ദേവേട്ടൻ എന്താ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. എന്നെ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? വേണ്ട, അയ്യോ ഒന്നും ചെയ്യല്ലേ. അയ്യോ എന്റെ ദേവേട്ടനെ വെറുതെ വിട്ടേക്ക്. ദേവേട്ടാ, ദേവേട്ടാ, ജാനകി നീ ഇങ്ങോട്ട് മാറി നിൽക്കേ വേഗം. ദേവേട്ടാ. ജാനകി
വൈദേഹി 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 എഴുന്നേക്ക് വൈദേഹി വൈദേഹി കണ്ണു തുറക്ക് വൈദേഹി എന്തു പറ്റി? വൈദേഹി എഴുന്നേക്ക് വൈദേഹി. വൈദേഹി എഴുന്നേക്ക് വൈദേഹി എഴുന്നേക്ക് വൈദേഹി വൈദേഹി പ്ലീസ് നിന്റെ ദേവനെ വിളിക്കുന്ന എഴുന്നേക്ക് വൈദേഹി 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 എഴുന്നേക്ക് വൈദേഹി 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 ആരും നിക്കണ്ട പോയിക്കോളൂ. എന്റെ പേര് കല്യാണിന്നാ, MBBS സ്റ്റുഡന്റാ. നിങ്ങളെ പേടിക്കൊന്നും വേണ്ട. ടെൻഷൻ കാരണം ബോധം പോയതാ. കുറച്ചു നേരം കാറ്റത്ത് കിടന്ന് എഴുന്നേറ്റോളും. മോളെ വളരെ നന്ദിയുണ്ട്. ശരി. വൈദേഹി 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 എഴുന്നേക്ക് വൈദേഹി വൈദേഹി ഭയങ്കര ആവേശത്തിൽ അവളെ ഒരു വഴിയാക്കുമെന്ന് പറഞ്ഞു വന്ന ആളല്ലേ? ഇപ്പൊ വൈദേഹി ഈ അവസ്ഥയിൽ കണ്ട ഉടനെ ദേഷ്യമൊക്കെ മാഞ്ഞ സ്നേഹം മാത്രമായി അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒരല്പ ക്ഷമ കാണിച്ചിരുന്നെങ്കിലോ, ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടിരുന്നെങ്കിലോ ഇത്രയും എനർജി വെറുതെ കളയേണ്ടി വരില്ലായിരുന്നു. ഇവളുടെ പുറകെ കൂടിയിരിക്കുന്ന ആരാ? എന്തിനാ അവർ എന്റെ വൈദേഹിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഇവരാ ചന്ദ്രികയുടെ ആൾക്കാരായിരിക്കണം. ദേവാ, ഇവള് വൈദേഹിയാണെന്നറിഞ്ഞ ഇതിനേക്കാളും വലിയ അപകടമായി ഇവളെ കാത്തിരിക്കുന്നത്. ആരെതുവഴി ഇവളുടെ പ്രാണൻ എടുക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. വൈദേഹിയുടെ ജീവൻ ഇത്ര വലിയ അപകടമുണ്ടോ? എന്തിനങ്ങനെ? ആരാ ഇതിന്റെ പിന്നില്? അതറിയായിരുന്നെങ്കിൽ അവളാണ് വൈദേഹിയെന്ന് അവള് തിരിച്ചറിഞ്ഞ നിമിഷം ദേവനോടും പറയുമായിരുന്നു. വൈദേഹിക്ക് അന്ന് സംഭവിച്ചതൊരു അപകടമായിരുന്നില്ല. ആ അപകടം നടന്നതോടുകൂടി എല്ലാവരും വൈദേഹി മരിച്ചുപോയെന്നാ കരുതി. അപകടത്തിൽ വൈദേഹിക്ക് മുഖം നഷ്ടപ്പെട്ടെങ്കിലും ആശ്രമത്തിലെ ചികിത്സയുടെ ഫലമായി ജാനകിയുടെ രൂപത്തിൽ അവൾക്ക് നിന്റെ അടുത്ത് എത്താൻ പറ്റി. ഇതെല്ലാം നിന്നോട് നേരിട്ട് പറയാൻ അവൾ ആഗ്രഹിച്ചത്.
പക്ഷേ അപ്പോഴാണ് നിന്റെ മാളവികയുടെയും കല്യാണക്കാര്യം അവൾ അറിയുന്നത്. അവളെ നീ പൂർണ്ണമായും മറന്നെന്ന് കരുതി ആരാണെന്ന് പറയാനാവാതെ നിന്നെ വിട്ടു പോകാനോ ആവാതെ ജാനകിയായി നിന്റെ വീട്ടിൽ നിന്റെ കൂടെ തന്നെ നിന്നു. ആരാ നിങ്ങള്? ആരെ കാണാൻ വന്നതാ? ഞാൻ ആരും കാണാൻ വന്നതല്ല, വഴി തെറ്റി കയറിപ്പോയതാ. ഞാൻ മാളവികയെ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരുന്നില്ല. എന്റെ വൈദേഹിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു നാടകം മാത്രമായിരുന്നു അത്. എന്നാൽ ആ സമയത്ത് അവള് വൈദേഹിയാണെന്ന് എന്നോട് തുറന്നു പറഞ്ഞാ പോരെ? എങ്ങനെ പറയും ദേവ? പറഞ്ഞാലും ഇവളെ മരുമോളായിട്ട് നിന്റെ അമ്മ അംഗീകരിക്കുമായിരുന്നു. പിന്നെയും അനാഥ പുരാണം തുടങ്ങും. അപമാനിച്ച് പുകച്ച് പുറത്ത് ചാടിക്കും. ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇടയിൽ നിന്നുകൊണ്ട് ദേവൻ നരകം അനുഭവിച്ചേനെ. അതുകൊണ്ട് സ്വന്തം അച്ഛനും അമ്മ ആരാന്ന് അറിയുന്നവരെ, അനാഥയല്ലെന്ന് തെളിയിക്കുന്നവരെ വൈദേഹി ആരാണെന്ന് ആരോടും അവള് പറയില്ലെന്ന് തീരുമാനിച്ചത്.